ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആയിട്ട് കേട്ടോ. അപ്പം നല്ല മസാലയുടെ കൂടിയിട്ട് ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 10 വെളുത്തുള്ളി വേണം, ഒരു 10 ചെറിയ ഉള്ളി വേണം കേട്ടോ. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയുടെ കഷ്ണം കേട്ടോ. വെളുത്തുള്ളി എടുക്കുമ്പോൾ മറ്റേ തൊലി കളയാത്ത വെളുത്തുള്ളി ഒരു 5 എടുക്കുക. പിന്നെ തൊലി കളഞ്ഞത് ഒരു 4 എടുക്കുക കേട്ടോ. കണ്ട ഈ ഭാഗം ഇങ്ങനെ എടുക്കാം കേട്ടോ. നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ചതച്ചെടുക്കണമെന്നുണ്ട് കേട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവേ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 4 ചുവന്ന മുളക് എടുക്കാം കേട്ടോ. ഓരോരുത്തർ എരിവ് നോക്കിയിട്ട് എടുത്താൽ മതിയേ. 4-5 എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പൾസ് ചെയ്തിട്ട് ഒന്ന് കൊണ്ടുവരാം കേട്ടോ. പേസ്റ്റ് ആവാൻ പാടില്ല, ഒന്ന് ചതച്ചിട്ട് കിട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ വേണേ. ഞാൻ വെളുത്തുള്ളി കുറച്ച് ഇവിടെ കിട്ടാണ് വെളുത്തുള്ളി കുറച്ച് വലുത് കേട്ടോ. കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല, അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട ഇങ്ങനെ വേണം കേട്ടോ. നമുക്ക് ഇങ്ങനെ കിട്ടണേ. നല്ല പേസ്റ്റ് ആവാൻ പാടില്ല. എന്നാൽ എല്ലാം കൂടി ചതച്ചിട്ട് കിട്ടണം കേട്ടോ. ഇങ്ങനെ ഒരു 2 വെളുത്തുള്ളി ചതക്കാതെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോറി, അത് നമുക്കൊന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ചതച്ചിട്ട് എടുക്കാം കേട്ടോ. അല്ലാതെ ഇതിലിട്ടിട്ട് ഒന്നുകൂടി പൾസ് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ ബാക്കിയുള്ളത് നല്ല പേസ്റ്റായി പോകും. അത് കാരണമുണ്ടേ. ഒരെണ്ണം ഉണ്ടായിരുന്നില്ല, ചെറിയൊരു പീസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ ചതച്ചിട്ട് എടുത്താൽ മതി. ഇതെല്ലാം കൂടി നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം. ഇനി നമ്മൾ ചിക്കൻ എടുക്കുക. ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് എടുക്കാം. കണ്ട കുറച്ച് വലിയ പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ പീസ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ആയാലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് എടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുമ്പോൾ നമ്മൾ മസാലയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിലിലേക്കൊന്നും വരില്ല കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കിട്ടുക. നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടാറില്ലേ, അങ്ങനെ കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ല കളർ കിട്ടും, അത്യാവശ്യത്തിന് എരിവുണ്ടാവും കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ എടുത്താൽ. ഈ ചിക്കന് 1 കിലോക്കാട്ട് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം.
കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. കണ്ട, ഇങ്ങനെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് ഒരു 2-3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോഴല്ല നല്ല ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഞാനൊരു 3 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാലത്ത് ഉണ്ടാക്കണമെങ്കിൽ വൈകുന്നേരം തന്നെ മിക്സ് ചെയ്തിട്ട് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു 3 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ആണ് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ കേട്ടോ. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ചിക്കന്. ഇനി നമുക്കിതിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാൻ ചെറിയ പാൻ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് യൂസ് ആക്കാൻ പറ്റുമല്ലോ. അത്യാവശ്യമായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കുറച്ച് ലോയിലേക്ക് മാറ്റാട്ട ഫ്ലെയിം. ഇനി അതിപ്പോൾ തന്നെ മറിച്ചിടാൻ പാടില്ല. ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണേ. അതിനുശേഷം മാത്രം മറിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ മസാല മുന്നേ നമ്മൾ ഓയിലിലേക്ക് പോകും കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ മസാല ഒന്നും ഓയിലിലേക്ക് പോകാത്ത ആ ചിക്കനെ തന്നെ കോട്ടായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് എടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഓയിലിനൊക്കെ നമ്മൾ കറിവേപ്പിലിൻ്റെ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഇപ്പം തന്നെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചിക്കൻ കുറച്ചായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത്രയല്ലട്ടാ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. കണ്ട, നമ്മൾ മസാലയൊക്കെ ചിക്കനെ കോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയല്ലട്ടാ, എല്ലാം നമ്മൾ ചിക്കനെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഓരോരോ ബാച്ചായിട്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത്തിരില്ല കേട്ടോ. ഇത്രയല്ല കേട്ടോ, നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.